ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓപ്പൺ ഡേറ്റ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ നിന്നൊരു വീഡിയോ കാണിക്കുന്നത് ഈ പോയിന്റ്സിൻ്റെ വാല്യൂ എല്ലാം നമുക്ക് അങ്ങനെ ഗൂഗിൾ ഷീറ്റിനകത്ത് കൊണ്ടുവരാമെന്നുള്ളതാണ്. ഗൂഗിൾ ഷീറ്റിനകത്ത് കൊണ്ടുവന്നാൽ നിങ്ങൾക്കത് മൊബൈലിലും കിട്ടും. ഈ വീഡിയോ അല്പം നീണ്ടുപോയേക്കാം, കാരണം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാകുന്നുള്ള എല്ലാ ഫോർമുലയും വിശദമായിട്ട് കാണിക്കുകയാണ്. സാധാരണയായിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മെസ്സേജൊക്കെ വരുന്നത് ഈ സ്പ്രെഡ്ഷീറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. താല്പര്യമുള്ളവർ ഈ ഫോർമുലയൊക്കെ നോക്കിയിട്ട് സ്വന്തമായിട്ടുണ്ടാക്കുക. ഞാനിവിടെ നിഫ്റ്റിയുടെ മാത്രമാണ് കാണിക്കുന്നത്. CPRനെ കുറിച്ച് ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല, ചെറിയൊരു ബ്രീഫ് പറയാം. ഇവിടെ ഈ നീല ലൈൻ 3 കൊടുത്തിരിക്കുന്നത്, നടുക്കുള്ളത് ഇവിടെ സെൻട്രൽ പിവട്ട് ആൻഡ് CPR ലൈനാണ്. അതിന് താഴെ കാണുന്നത് ബോട്ടം സെൻട്രൽ ലൈന്, മുകളിലുള്ളത് ടോപ്പ് സെൻട്രൽ, അതായത് BC എന്നും TC എന്നും പറയുന്നു. മുകളിൽ ഇത് റെസിസ്റ്റൻസ് 1, റെസിസ്റ്റൻസ് 2, റെസിസ്റ്റൻസ് 3, അതുപോലെ തന്നെ താഴെ സപ്പോർട്ട് 1, സപ്പോർട്ട് 2, സപ്പോർട്ട് 3. ഗൂഗിൾ ഷീറ്റിനകത്ത് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് പേര് ഞാൻ കൊടുക്കുന്നു. ഓപ്ഷൻ റൈറ്റർ CPR എന്ന്. ഇവിടെയും പേര് ചേഞ്ച് ചെയ്തിട്ട് ഞാനിവിടെ CPR എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഓപ്ഷൻ റൈറ്റർ CPR എന്നുള്ളൊരു ബ്ലാങ്ക് ഗൂഗിൾ ഷീറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ആദ്യമായിട്ട് ഞാനിവിടെ സെൽ A1-നകത്ത് നിഫ്റ്റി _50 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഫോർമുല ബാറിനകത്ത് നിങ്ങൾക്ക് ഫോർമുല കാണാം, ഫോർമുല ശ്രദ്ധിച്ച് നോക്കുക. അതിനുശേഷം ഇവിടെ സെൽ നമ്പർ A2-നകത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. A2-ൽ ഈക്വൽ ടു ഗൂഗിൾ ഫിനാൻസ്. ഗൂഗിൾ എന്നടിക്കുമ്പോൾ തന്നെ ഇവിടെ താഴെ വരും ഗൂഗിൾ ഫിനാൻസ്, ബ്രാക്കറ്റ് ഓപ്പൺ, ഡബിൾ ഇൻവെർട്ടർ കോമയിൽ ഇൻഡെക്സ് NSE, ഇൻഡെക്സ് NSE സെമിക്കോളൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം ആൻഡ് A1 സെല്ലിനകത്താണ് നിഫ്റ്റി 50. A1 ക്ലിക്ക് ചെയ്തു, കോമ, ഡബിൾ ഇൻവെർട്ടർ കോമയിൽ പ്രൈസ്, ഡബിൾ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇത് നിഫ്റ്റിയുടെ LTP കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റർ അമർത്തി. ഇവിടെ നിഫ്റ്റിയുടെ LTP വന്നു. ഇനി നമുക്ക് വേണ്ടത് CPRന് വേണ്ടത് പ്രീവിയസ് ഡേയുടെ ഹൈ ലോ ക്ലോസ് ആണ് വേണ്ടത്. ഇന്നത്തെ അല്ല, ഇന്ന് 9-ാം തീയതിയാണ്, ബുധനാഴ്ച. ട്രേഡിംഗ് അവസാനിച്ചതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. നമുക്ക് ഇന്നലെ ഹോളിഡേ ആയിരുന്നു, അപ്പോൾ നമുക്ക് വേണ്ടത് ലാസ്റ്റ് വർക്കിംഗ് ഡേയുടെ. അപ്പോൾ ഞാൻ ഒരു ലാസ്റ്റ് 7 ഡേയിലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച ആണെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ചയിലത്തെ അതുപോലെ കിട്ടും. ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമ്മൾ B എന്നുള്ളതിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. B എന്നതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈക്വൽ ടു സോർട്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ ഫിനാൻസ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരത്തെ കൊടുത്ത പോലെ ഡബിൾ ഇൻവെർട്ടർ കോമയ്ക്കകത്ത് ഇൻഡെക്സ് NSE, ഡബിൾ ഇൻവെർട്ടർ സെമിക്കോളൻ, ഡബിൾ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്തതിനു ശേഷം ആൻഡ് A1
കോമ ഡബിൾ ഇൻവെർട്ടർ കോമക്കുള്ളിൽ ഓൾ, ഡബിൾ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും ഒരു കോമ, ടുഡേ ഫംഗ്ഷൻ ഇന്നത്തെ ടുഡേ ഫംഗ്ഷൻ കൊടുക്കുക, -7 അതായത് 7 ദിവസത്തെ കഴിഞ്ഞ 7 ദിവസത്തെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത് ഇൻക്ലൂഡിങ് ഹോളിഡേയ്സ്, കോമ വീണ്ടും ടുഡേ ഫംഗ്ഷൻ അത് ക്ലോസ് ചെയ്തതിന് ശേഷം കോമ 1, 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഫോർമുല ഇവിടെ ശ്രദ്ധിച്ചു നോക്കണം. ഇതുപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇവിടെ A1 എന്ന് കൊടുത്തത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വരും, അതിനുവേണ്ടി കൊടുത്താണ് ഞാനിവിടെ നിഫ്റ്റി മാത്രമാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എൻ്റർ മറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കഴിഞ്ഞ 3 ദിവസത്തെ ബാക്കി ദിവസങ്ങൾ ഹോളിഡേ ആയിരുന്നു ഇന്ന് കൂട്ടാതെ. അപ്പോൾ 7-ാം തീയതിയിലത്തെയാണ് നമുക്കിവിടെ ആവശ്യം. 7-ാം തീയതി ഇന്നലത്തെ കഴിഞ്ഞ വർക്കിംഗ് ഡേയുടെ തിങ്കളാഴ്ച ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്, വോളിയം ഇതായിരുന്നു റീഡിങ്. നമുക്ക് ഈ റീഡിംഗ് ആണ് ഇവിടെ ആവശ്യം. അപ്പോൾ നമുക്ക് ഇത്രയും റീഡിംഗ് ഇവിടെ കിട്ടി. ഇനി ഞാനിവിടെ എഴുതാൻ പോകുന്നത് ആദ്യം ഞാൻ R3 റെസിസ്റ്റൻസ് 3, റെസിസ്റ്റൻസ് 2, റെസിസ്റ്റൻസ് 1, R1, R2, R3 എഴുതി. അതിനുശേഷം TC നേരത്തെ ഞാൻ പറഞ്ഞു ടോപ്പ് സെൻട്രൽ, പിവറ്റ്, ബോട്ടം സെൻട്രൽ, പിന്നെ S1, S2, S3, S1, സോറി S1, S2, S3, S1, S2, S3 വരെ ഞാനിവിടെ കാൽക്കുലേഷൻ കൊടുക്കുന്നുള്ളൂ. ആദ്യമായിട്ട് നമുക്ക് പിവറ്റ് പോയിന്റ് ഇന്നത്തെ പിവറ്റ് പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ പിവറ്റ് പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. 18,186 പിവറ്റ് പോയിന്റിനകത്ത് ഫോർമുല നമ്മൾ കൊടുക്കുകയാണ്. പിവറ്റ് പോയിന്റ് നിങ്ങൾക്കറിയാം, ഹൈ പ്ലസ് ലോ പ്ലസ് ക്ലോസ് ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ, ഹൈ പ്ലസ് ലോ പ്ലസ് ക്ലോസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഡിവൈഡ് ബൈ 3 എൻ്റർ അമർത്തുകയാണ്. ഓട്ടോ ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെയുള്ള കഴിഞ്ഞ അതിന് മുമ്പത്തെ 2 ദിവസം കൂടി വാല്യൂ കിട്ടും. 18,174.35 കറക്റ്റ് പോയിന്റാണത്. ഇവിടെ നമ്മൾ കാഴ്ച കൊണ്ടുവയ്ക്കുമ്പോൾ അല്പം ചേഞ്ച് ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പിവറ്റ് പോയിന്റ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ബോട്ടം സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെയുള്ള ലൈൻ. ഏതാണ്ട് 158 ആ റേഞ്ചാണ്. നമുക്ക് നോക്കാം അതിൻ്റെ ഫോർമുല. ബോട്ടം സെൻട്രലിൻ്റെ ഫോർമുല ഹൈ പ്ലസ് ലോ ഡിവൈഡഡ് ബൈ 2 ആണ്. ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ, ഹൈ പ്ലസ് ലോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഡിവൈഡ് ബൈ 2 ഓട്ടോ ഫില്ല് കൊടുക്കുകയാണ്. അതായത് 18,160.125 18,160 ആണ് ഈ ലൈൻ. ഇനി നമുക്ക് വേണ്ടത് ടോപ്പ് സെൻട്രൽ മുകളിലത്തെ ലൈൻ. ടോപ്പ് സെൻട്രൽ എന്ന് പറഞ്ഞാൽ പിവറ്റ് മൈനസ് ബോട്ടം സെൻട്രൽ പ്ലസ് പിവറ്റ്.
ഈക്വൽ ടു പിവട്ട് മൈനസ് ബോട്ടം സെൻട്രൽ ബ്രാക്കറ്റ് ക്ലോസ് പ്ലസ് പിവട്ട് എൻ്ററമർത്തുക. അതായത് 18,188 പോയിന്റ് ലൈനാണ്. അപ്പോൾ നമുക്കിവിടെ 3 ലൈനൂടെ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് R1, R2, R3, S1, S2, S3. ഇനി R1 എന്ന് പറയുന്നത് പിവട്ട് ഇൻറ്റു 2 മൈനസ് ലോ. പിവട്ട് ഇൻറ്റു 2 മൈനസ് ലോ മൈനസ് ലോ. പതിനെട്ട് 283 ഇതാണ് അതുപോലെ സപ്പോർട്ട് 1 എന്ന് പറയുന്നത് പിവട്ട് ഇൻറ്റു 2 മൈനസ് ഹൈ ഈക്വൽ ടു പിവട്ട് ഇൻറ്റു 2 മൈനസ് ഹൈ മൈനസ് ഹൈ. പതിനെട്ട് 093 18,093. ഇനി നമുക്ക് വേണ്ടത് R2 ആണ്. R2 എന്ന് പറഞ്ഞാൽ പിവട്ട് പ്ലസ് R1 മൈനസ് S1. പിവട്ട് പ്ലസ് R1 മൈനസ് S1. R1 മൈനസ് S1. അതായത് R2 18,365. 18,365. അതുപോലെ S2 എന്നുള്ളത് പിവട്ട് മൈനസ് പിവട്ട് മൈനസ് R1 മൈനസ് S1. R1 മൈനസ് S1. പതിനെട്ട് 17,983. 983. ഇനി നമുക്ക് വേണ്ടത് R3 ആണ്. R3 എന്ന് പറഞ്ഞാൽ ഹൈ പ്ലസ് പിവട്ട് മൈനസ് ലോ ഇൻറ്റു 2 ഈക്വൽ ടു ഹൈ പ്ലസ് പിവട്ട് മൈനസ് ലോ. പിവട്ട് മൈനസ് ലോ ഇൻറ്റു 2. 18,474. 18,474. അതുപോലെ തന്നെ ഇനി നമുക്കുള്ളത് സപ്പോർട്ട് 3 ആണ്. സപ്പോർട്ട് 3 എന്ന് പറഞ്ഞാൽ ലോ മൈനസ് ഹൈ മൈനസ് പിവട്ട് ഇൻറ്റു 2. ഹൈ മൈനസ് പിവട്ട് ഇൻറ്റു 2. 17,902.
17,902. അപ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂ എല്ലാം നമ്മുടെ ഈ ഷീറ്റിനകത്ത് കിട്ടി. ഫോർമുലകൾ നിങ്ങൾക്കിവിടെ മനസ്സിലായി കാണുന്നു വരുന്നു. നാളെ മാർക്കറ്റ് ഓപ്പൺ, നാളെ രാവിലെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഷീറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ വാല്യൂസ് ആയിരിക്കും ഇവിടെ വരിക. അതായത് ഇവിടെ 7 എന്നുള്ളതിന് പകരം ഇന്ന് 9 ആയിരിക്കും. ഈ വാല്യൂ എല്ലാം ഇന്നത്തെ ക്ലോസിങ് ഓപ്പൺ ഹൈലോ ക്ലോസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതനുസരിച്ചിട്ട് ഈ വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ആദ്യത്തെ ലൈനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ അടുത്ത ലൈൻ വരുന്ന ഈ CPR ലൈൻസിൻ്റെ വാല്യൂസ് ആയിരിക്കും ഇവിടെ കാണുക. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഷീറ്റ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഫിൽറ്റർ ചെയ്യാനുള്ള മറ്റോ ഞാൻ പാർട്ട് 2 സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കാം. ഇത് ഞാൻ ഇപ്പം നിഫ്റ്റി മാത്രമാണ് ഉണ്ടാക്കിയത്. ഇത് നിങ്ങളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഫോർമുല അമാതിരി ഫോർമാറ്റൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ അലൈൻമെൻറ്റൊക്കെ സെൻറ്റർ ആക്കുന്നതിനോ മറ്റോ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ഒക്കെ എക്സൽ ഷീറ്റിലെ പോലെ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ട്, എന്നാലും ഞാൻ മോഡിഫിക്കേഷൻ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. മോഡിഫിക്കേഷൻ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പിവറ്റ് പോയിന്റ് ബോട്ടം സെൻറ്ററിൽ, ടോപ്പ് സെൻറ്ററിൽ 3 റെസിസ്റ്റൻസ്, 3 സപ്പോർട്ട്, ഇതിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ ഗൂഗിൾ ഷീറ്റിനകത്ത് കൊണ്ടുവരാമെന്ന് മനസ്സിലാക്കാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.